ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സേമിയ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ചിക്കനും വെജിറ്റബിൾസും എല്ലാം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഈവനിങ് ടൈമിൽ ചായ കുടിക്കുന്ന ടൈമിലൊക്കെ അതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ സേമിയ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സേമിയ വേവുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആദ്യം നമ്മൾ ആ ഓയിലിൽ സേമിയ ഒന്ന് വറുത്തെടുക്കുന്നത്. നമ്മളിതിലേക്ക് ഒരു കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 250 ഗ്രാമിൻ്റെ കപ്പിൻ്റെ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വല്ലാണ്ട് കളറ് മാറൊന്നും വേണ്ട. അപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് ആവുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവൊന്നുമില്ല, നമ്മൾ ഈ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഈ സേമിയൊക്കെ വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സേമിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മളിതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപ്പൊന്നും ഇടാതെ തന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത 2 പച്ചമുളകാണ്. അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് നേരം കൂടി നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 കഷ്ണം മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മാഗി ക്യൂബും ഇതൊക്കെ കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ പുതിനയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയാണ്, അത് രണ്ടും കൂടെ ഒരു പിടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് വരാനായിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നമുക്ക് ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ ആണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ചുകൂടെ ഉണ്ടാവൽ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഒരു ഗരം മസാലയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്, കാരണം നമ്മൾ മാഗി ക്യൂബൊക്കെ ഇടുന്നത് കാരണം അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിക്കനും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ നമ്മൾ ചിക്കൻ ഓൾറെഡി പൊരിച്ച് വെച്ചതാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഇത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ഫ്ലേവർ ഈ മസാലയിലേക്കും കൂടി വരും. അപ്പോൾ നമ്മൾ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ സേമിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ഊറ്റിയിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. അതൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും മസാലയും കൂടിയൊക്കെ മിക്സായിട്ട് നല്ല ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ സേമിയയും മസാലയും കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. മസാല സേമിയയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ല മിക്സ് ആക്കിയ ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഫ്ലെയിം ഓഫ് കുറച്ച് നേരം അടച്ച് വെക്കണം, കാരണം അപ്പോൾ നമ്മുടെ സേമിയയിലേക്കും ആ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയയുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഈവനിങ്ങിൻ്റെ ടൈമിലായിക്കോട്ടെ, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ
ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും അസ്സലാമു അലൈക്കും. ബൈ ഫ്രം സിനു ഷംസി.